നമസ്കാരം, അമൃതാണ്. ഒരു 8ന്റെ പണി കിട്ടി. നമ്മുടെ നാട്ടിൽ ഈ പെട്രോൾ മോഷണം എനിക്കിതുവരെ അങ്ങനെ വലിയൊരു അനുഭവമൊന്നുമില്ല. പക്ഷെ എങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്, വീട്ടിൽ CCTV ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു വെളുപ്പം കാലത്ത് പെട്ടെന്നൊരു സൗണ്ടൊക്കെ കേട്ട് ഞാൻ വന്നിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ട്യൂബ് ഊരി. അപ്പോൾ അത് പെട്ടെന്ന് ഇട്ടിട്ടൊക്കെ ഇറങ്ങി ഓടിയതാണ്. അപ്പോൾ ഇത്രയും ഊള മോഷണം നടത്തുന്നത് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഈ വീടുമായിട്ട് അക്സസ് ഒക്കെ ഉള്ള പിള്ളേരും അല്ലെങ്കിൽ ഇവിടെ മതിലിയാടി പരിചയമുള്ള പിള്ളേരും ഒക്കെ ആവാനാണ് സാധ്യത. കാരണം അവർ ആ മതിൽ ചാടുന്ന വളരെ ഈസി ആയിട്ടുള്ള റൂട്ടിൽ കൂടെയാണ് മതിൽ ചാടിയിരിക്കുന്നത്. ചാടി അകത്ത് കടന്ന് വന്ന് ആദ്യം ഇരുന്നത് മിക്കിയുടെ വണ്ടിയാണ്. പക്ഷേ ഇത് FI സിസ്റ്റമാണ്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഫ്യൂവൽ എടുക്കാൻ പറ്റത്തില്ല. അത് ടാപ്പ് പോലത്തെ ഒരു സിസ്റ്റം അല്ല. പക്ഷെ ഇത് വന്നിട്ട് ഇതെന്റെ വണ്ടിയുടേതാണ്. ഇതിലിങ്ങനെ ഒരു ടാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടാപ്പിന്റെ പൈപ്പങ്ങ് ഊരി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്രോൾ നിന്ന് ഊറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ നിന്നൊരു ടാപ്പ് വന്നിട്ട് ഇൻലെറ്റിലോട്ട് പോകുന്ന, അതായത് എഞ്ചിനിലോട്ട് പോകുന്ന ആ ഒരു പൈപ്പങ്ങ് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ടാപ്പ് തുറക്കുന്ന കണക്ക് തന്നെ ആവശ്യത്തിന് പെട്രോൾ ഇത് ഊറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഇത്തവണ ഈ പെട്രോൾ കള്ളൻ ഈ പൈപ്പ് തിരിച്ച് ഇൻസേർട്ട് ചെയ്ത് വെച്ചില്ല. അപ്പൊ തിരിച്ച് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം അറിയണമെന്നില്ല. സ്വാഭാവികമായിട്ടും വണ്ടിയുടെ മൈലേജ് കുറയുന്നത് പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ പെട്രോളിന് ഉദ്ദേശിക്കുന്ന കണക്കുള്ള ഒരു കൺസംഷൻ പെട്രോൾ കൊണ്ട് കിട്ടുന്നില്ലെന്നൊക്കെ ഉള്ള ഒരു സംശയമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കലാപരിപാടി നേരത്തെ അരങ്ങേറുന്നുണ്ടാന്നുള്ളത് അറിയത്തില്ല. ഇപ്പോഴാണ് ഇത് തുറന്നിട്ടിട്ട് പോയത്, അതുകൊണ്ടാണ് നോട്ടീസ് ചെയ്തത്. എന്തായാലും പെട്രോൾ മോഷണം വളരെ നിസ്സാരമായിട്ടുള്ളൊരു മോഷണമാണെങ്കിലും ഇതിനൊരു ടെമ്പററി സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഞാനൊരു ലോക്ക്, അതായത് നമ്മൾ ഈ ഒരു ടാപ്പ് സിസ്റ്റത്തിന് നമ്മളൊരു കീ വെച്ച് ഓൺ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇത് പണ്ട് ബൈക്കിലൊക്കെ യൂസ് ചെയ്ത്, പണ്ട് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സംവിധാനം തന്നെയാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ വണ്ടിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള പ്രോഡക്റ്റും ഉണ്ട്. അപ്പം ഞാനത് വാങ്ങിച്ചൊന്ന് ഫിറ്റ് ചെയ്തു. ഇതിന്റെ കോസ്റ്റ് വന്നിട്ട് ഏതാണ്ട് 200 രൂപയായി. പിന്നെ ഒരു 100 rupees അതിന്റെ കംപ്ലീറ്റ് ലേബർ ചാർജ്. അതായത് ഒത്തിരി പണിയുണ്ട്. സീറ്റൊക്കെ അഴിച്ച് ടാങ്കും അഴിച്ചിട്ട് മാത്രമേ അത് ഫിക്സ് ചെയ്യാൻ പറ്റൂ. ഇപ്പം എന്തായാലും പെട്രോൾ കള്ളനെ പ്രതിരോധിക്കാനായിട്ട് ഞാനൊരു സൊല്യൂഷൻ കണ്ടത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കും ഈ ഒരു സാധനം വാങ്ങിച്ച് വെക്കാം. പിന്നെ വലിയ കമ്പനി പ്രോഡക്റ്റിന്റെ പോലുള്ള ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എങ്കിലും നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എപ്പോഴും ഇതിൽ കണക്ട് ചെയ്തിട്ടേക്കണം. എന്ന് വെച്ചാൽ കീ കളായി പോകത്തൊന്നുമില്ല. ഇതിപ്പോൾ റിസർവിൽ കിടക്കുകയാണ്. അതുപോലെ ഇനി മെയിനിലാക്കാനായിട്ട് ഇങ്ങോട്ടാക്കണം. ഇത് മെയിനിലായി. അതുപോലെ ഇത് ലോക്ക് ചെയ്ത് എടുക്കാനായിട്ട്, അത് ചിലപ്പോൾ നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി രാത്രിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് ഈ കീ ഊരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ലോക്കാണ്. ഇതും പൊട്ടിച്ച് ഈ അലൻ കീയൊക്കെ ഊരി എങ്ങനെ പെട്രോൾ ചോർത്തുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത്രയൊക്കെ സാഹസികതയ്ക്ക് മുതിരുന്നവർ ഇനി അതുമൊക്കെ ചെയ്തുകൂടായില്ല. ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഒന്നും വലിയ ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. ഫോർ ദ പ്രൈസ് ഇറ്റ്സ് വർത്ത് ഐ ഫീൽ. ഇതാണ് അതിൻ്റെ ഓഫ് പൊസിഷൻ. ഇനി നമുക്ക് ഊരിയെടുക്കാം. ഇതുപോലെ ഇടുക, റിസർവിലാക്കുക, ഓണിലാക്കുക. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. അതൊക്കെയാണ് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ഇതിനകത്ത് കണ്ടിട്ട്. ബാക്കിയൊക്കെ ഓവറോൾ പ്രോഡക്റ്റ് ക്വാളിറ്റി ഒന്നും മോശമല്ല. ഞാൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ആളിത് നിസ്സാരവൽക്കരിച്ചെടുത്തില്ല. ആൾ പറഞ്ഞ് നിസ്സാരമായ കാര്യമാണെന്നുണ്ടെങ്കിലും ക്രൈം ഈസ് എ ക്രൈം. ഇപ്പൊ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് വീട് അതിക്രമിച്ച് കിടക്കുന്നതാണ് ഒരു ക്രൈം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ ഒഫൻസ് ആണ്. എനിക്ക് ഇതിന്റെ ഒരു ലീഗൽ സൈഡിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചത്. കാരണം ഒരു മോഷണം നടന്ന വിഷ്വല് നമ്മൾ പബ്ലിക്കിനോട് ഷെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും അതിനകത്തെന്തെങ്കിലും ലീഗൽ വശങ്ങളുണ്ടോ എന്നുള്ള സംശയം കൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലീഗൽ വശങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷ്വൽ ഫുട്ടേജ് ഇതിനോടൊപ്പം കാണിച്ചത്. അപ്പോൾ പെട്രോൾ മോഷണം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും നടക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയൊരു മോഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രതിവിധി, പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡിലാണ് ഇത് വളരെ ഈസി ആയിട്ട്, അതായത് ഹൈടെക് ഉള്ളതുകൊണ്ട് വളരെ ഞെളിഞ്ഞിരുന്നില്ല, പശുവിനെ കറക്കുന്ന പോലെ ഈസി ആയിട്ടാണ് അത് മോട്ടിച്ച് കൊണ്ടുപോകുന്നത്. അറ്റ്ലീസ്റ്റ് റോയൽ എൻഫീൽഡ് യൂസേഴ്സിനായിരുന്നാലും അല്ലെങ്കിൽ എല്ലാ ബൈക്ക് യൂസേഴ്സിനും ഇതൊരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷ്വൽ കണ്ടന്റ് നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.